ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ ചായയുടെ കഴിഞ്ഞ് ഒരുവിധ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ മുറ്റടിച്ച് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ വെച്ചിരുന്ന ചൂലും വാങ്ങിയിട്ട് വലിയൊരാൾ ഇറങ്ങിയേക്കണം. ഇതൊക്കെ അടിച്ചു വരുമോ? ഇതെല്ലാം അടിച്ചു വരാറിനെ ആരടിച്ചു വരാറുന്നത്? ഞാൻ ഇജല്ല എന്നോടൊക്കെ അടിച്ചോരി തരുന്ന എന്നോട്. പിന്നെ നൈസറില്ല എനിക്ക്. ഞാൻ എന്താ നൈസറില്ലേ? ആരാ എന്നോട് ഈ നോണിയൊക്കെ പറഞ്ഞേ? ഇന്ന് നാളെ നൈസറി ഉണ്ട് നോക്കേ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ? ആ കണ്ണു കുത്തുട്ടോ പറീ. ഇജ അടിച്ചോരും, ഇജ് പാത്രം കേകും. നന്റെ ഒരു ഡേ മൈ ലൈഫ് ആക്കല്ലേ നമുക്ക്? എന്താ ആക്കുക? ഡേ മൈ ലൈഫിന് എന്തേലൊക്കെ ചെയ്യണ. ഇജ എന്താ ചെയ്യുക? അതാണ് എന്റെ ഡേ മൈ ലൈഫ്. ഇന്ന് നഴ്സറി ഇല്ലാത്തോണ്ട് എന്താ എനിക്ക് പറയാല്ലേ? എല്ലാരോടും സന്തോഷം ഉണ്ടോ നഴ്സറി ഇല്ലായിണ്ടോ? അടച്ചോനെ. അതിനെല്ലാരും നഴ്സറിയൊക്കെ എന്തിനാ പോണേന്നറിയാം എനിക്ക്. എല്ലാരും പഠിച്ചാൻ പോകാണ്. ഇജ് എന്തിനാ പോണ്? കരിയാന്. ഏത് മോഡലിലെ ചെരുപ്പാ ഇതിനെ? അങ്ങനെ ചെരുപ്പിടല്? അന്റെ ഉപ്പച്ചെന്ന പേര്? കൊച്ചയുമ്പളല്ല, നാളെ വരും. നാളെ വരും. നിനക്ക് നഴ്സറി ഉണ്ടോലോ? നഴ്സറി ഉണ്ടെന്ന്. ആ സുമ ടീച്ചർ വിളിച്ചീനേ. ഫോണിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞേ ആദൂനെ കൊണ്ടുവന്നാക്കട്ടോ നഴ്സറി ഉണ്ടെന്ന്. അപ്പൊ എന്താ ചെയ്യാ? ആ ഇന്നുണ്ടോലോ, നാളെ ഉണ്ടോലോ. സുമ ടീച്ചർ ഇങ്ങനെ വിളിച്ചാണ് ചെയ്. അപ്പൊ എന്താ ചെയ്യാ? ഇതാണ് ഞങ്ങളെ സ്വഭാവം. ആ ഒരു നഴ്സറിക്ക് പോണില്ല ചോദിച്ചാല് പിന്നെ ഒരു കാര്യം പറയട്ടെ. ഇന്ന് നഴ്സറി ഇല്ലോലോ. ഇതോക്കാ നാളെ ഇല്ലോലോ. ഇതോക്കാ ഇന്നേ. സന്തോഷായോ? എന്നാ ചിരിച്ച. ഇന്നില്ല. അങ്ങനെ നമ്മളിപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങോട്ട് പോണി വിചാരിച്ചാല് താത്ത വിളിച്ചിനി. അപ്പം ഓളാ എൻ്റെ ബേക്കിലാണ്. ആന വന്നീനി. ആനൻ്റെ കാൽപ്പാടുണ്ട്. ഇന്നാളും വന്നീനി ഓളവിടെ. ഓല അപ്പുറത്ത് മതിലൊക്കെ വിളിച്ചിട്ട് പോയിനി. ഓല കുറച്ച് മേലെ. അപ്പോൾ വാവ നമുക്ക് ആന വന്നിങ്ങനെ കാൽപ്പാടൊന്ന് കാണാൻ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. ഓള് വിളിച്ചിരുത്തിയാട്ടോ. അതിപ്പോൾ ഏകദേശം ടൈം 11 മണിയേക്കണ്. പണികളും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി പണിയൊന്നുമില്ല. ഉമ്മയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ആയിട്ട് പോയതാട്ടോ. ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഓള് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകയില്ലേ. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരണം കുറച്ചുണ്ട്. അപ്പോൾ പോയോക്കാം. നമ്മളിവിടെ എത്തിയപ്പോൾ ധാരടി എന്നെ പരിചയപ്പെടുത്തി കൊടുക്ക്. നമ്മൾ കാണാത്തൊരു മുഖമാണ് വീഡിയോയില്. ഇമ്മാന്റെ അറിയുമ്പോ അമ്മായിമാന്റെ ഇപ്പ. എന്താ നിങ്ങളെ പേരൊക്കെ പറയേ? മുഹമ്മദ്. ഇപ്പൊ ഇവിടെ നിക്കല്. ഇവിടെ നിക്കും. എല്ലാ മക്കളടുത്തും നിക്കും. എല്ലായിടത്തും നിക്കും. ഇത് വല്യപ്പാന്റെ ഒച്ചയും അളയാക്കാന്റെ ഒച്ചയും ഒരേ സൗണ്ടാണ്. ഫോൺ വിളിച്ചാല് ആർക്കും അങ്ങനെ അറിയില്ല, തിരിച്ചറിയില്ല. ഓക്ക് വരെ അറിയില്ല. ഇപ്പൊ വിളിച്ചാൽ ഞാൻ വിചാരിച്ചു കുഞ്ഞാനാണ് ആദ്യം കേട്ടോ. അങ്ങനെ വിചാരിച്ചു. എന്താ നിങ്ങള് വർത്താനക്കങ്ങളുണ്ടോ? ആനന്റെ കാൽപ്പാടാണാന്. ആനന്റെ കാൽപ്പാടി കണ്ടേ. നിങ്ങൾ ഇവിടുന്നാണ്ട് നമ്മളെ മറ്റേ വീഡിയോ അതൊക്കെ തുടങ്ങിക്കണേ. ആ വീഡിയോ ഇട്ടപ്പോ തൊട്ടേ ഇപ്പൊ കളിയാക്കൽ തുടങ്ങിയേക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ആനപ്പെണ്ണിന്റെ നല്ല വീഡിയോ അല്ലേ? കുഴപ്പമില്ല. അതാണ് ഓളെ അമ്മോസാക്ക കുപ്പായിടാത്തോണ്ട് പണിയെടുക്കാണ്. ഇമ്മ റോട്ടിൽ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ഇറങ്ങാം. പോവാ. അങ്ങനെ ഞങ്ങള് പോകാൻ നിക്ക കേട്ടോ.
ഞങ്ങൾ പോവാട്ടോ. കുഞ്ഞുമാനിപ്പോ കടയിൽ പോയി വന്നാണ്. പോയി വരും കളിയാക്കാനെ കൊറേ ആയിട്ടുണ്ടാവും വീഡിയോയില് കണ്ടിട്ട്. പണിക്കോയതല്ലേ നിങ്ങള് കാണില്ലല്ലേ? എല്ലാ വീഡിയോസും എല്ലാ വീഡിയോസും കാണുന്ന ആളാണ് ഇപ്പൊ. എല്ലാം ഉസാറാണ് അത് ഓരോ കാണില്ല. ഞങ്ങൾ പോയി വരും. ഞങ്ങൾ പോട്ടെട്ടോ. നമ്മള് ആന ഇറങ്ങിയ ഇന്നലെ ആന ഇവിടെ കണ്ട ആന വരും. ഞങ്ങളെ പെരന്റെ ഒക്കെ അടുത്ത് തന്നെ ഓള അടുക്കള ഭാഗത്തിന്റെ ബേക്കാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് കാടാണ്. അങ്ങോട്ട് കേറി പോയാലേ നമ്മളെ തറവാട്ടിക്ക ഫസൽ ഫാമിലിന്റെ പേര്. കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. ഇതിലങ്ങോട്ട് നമ്മളെ പേര. ഏതായാലും പോയോക്കല്ലേ. പോയോക്കട്ടെ. കാൽപ്പാടുണ്ട്, എന്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മക്കറിയില്ല. മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് കാര്യമായിട്ട് ഇതിനെ ഇറങ്ങി തിരിച്ചു പറഞ്ഞാല് മുന്നൊക്കെ കൊയിഞ്ഞല്ലോ. നമ്മളൊരു ആനന്റെ വീഡിയോ പ്രാങ്ക് വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഞങ്ങളെ കാൽപ്പാടും മറ്റേ ഞങ്ങളെ ആനപ്പിണ്ടി, ഞങ്ങളാ പിണ്ടൊക്കെ എവിടെ ഉണ്ടോ നോക്കട്ടെ. എങ്ങനെയാണ് ആനപ്പിണ്ടി ഇരിക്കണത്, അതേപോലെ ആന ഇവിടെ എങ്ങനെ ആന വന്നു പറഞ്ഞപ്പോ അമ്മായി വിശ്വസിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് അറിയണല്ലോ അല്ലെ? നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആരും വിശ്വസിച്ചില്ല. ഇവിടെ പിന്നെ ഇടക്കിടക്ക് വിറവുണ്ട് കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. കാരണം പോയന്റെ അക്കരെ അറിയുന്നത് ഫോറസ്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ പുലി ഉണ്ട് അറിയണ്ടേല്ലേ. കാരണം മൃഗങ്ങൾക്കൊന്നും തിന്നാല്ലാതെ ഇപ്പൊ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കണം. എല്ലായിടത്തും വയനാട് എല്ലായിടത്തും പ്രശ്നം. അപ്പൊ നമ്മളെ നാട്ടിൽ അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പൊ പോയൊക്കെ നമ്മക്ക് എവിടെ ഇന്നലെ ആനന്നേ നിങ്ങൾ കണ്ടാലേ ഞാൻ ഒറ്റ കേട്ടു. ഞാൻ വിചാരിച്ചു പട്ടി പറയുകയാണ്. ഒറ്റ കേട്ടു. പുളി ചാടുന്നുണ്ട്. പുളിയുടെ ഒറ്റയായിരിക്കും വിചാരിച്ചു. എന്നിട്ട് വന്നുങ്ങടെ അതിലെ തന്നെ പോയോ? മേലെ ഉണ്ടല്ലോ ആള്. ഇടക്കിടക്ക് വരും. കണണ്ട അവിടെ ഈ പെരന്റെ അപ്പുറത്ത് വന്നു എന്നാട്ടോ പറയുന്നത്. വാടി ഉണ്ടാവോ? ഉണ്ടാകുമോ ഇല്ലയോ? എവിടെടി? കാരണം ഇവിടുത്തെ മണ്ണ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പൂന്തുണ സൈസ് മഴ പെയ്തിട്ട് റബ്ബർ തോട്ടല്ലേ. സിഫ്ന ഇവിടെയൊക്കെ കണ്ടാലോന്ന് പോടിയോ കേട്ടോ. ഒളിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. അല്ല എവിടെടി? ആന വലിയൊരു ഭീകരജീവിയാണ്. ഇതാണോ കാൽപ്പാട്? പൊന്നച്ചേട്ടനെ വിളിച്ച എവിടെടി? ആ ഇതാക്കണേ പടച്ചോനെ. ഇത് ഞമ്മളെ ആന്റെ കാൽപ്പാട് കുളം കുത്തണട്ടോ പടച്ചോനെ. ഒന്ന് പ്രായം കഴിയുമ്പോ ഇങ്ങനെ പ്രായം കഴിയണമെന്നാണ് അങ്ങനെ ഇറങ്ങി പോയിക്കണട്ടോ. ഓലെ കിണറൊന്നും കാട്ടിയിട്ടില്ല, ഓലെ പേരൊന്നും കാട്ടിയിട്ടില്ല. അത്ഭുതാട്ടോ. ആരും ഒന്നും കാട്ടിയിട്ടില്ല. ആന ഇവിടുന്ന് മറ്റേ പുളിയും പറിച്ച് ആ പുളി കുലുക്കിയറിഞ്ഞില്ലേ? ചാറിന് ഒച്ചേട്ടോലോ പടച്ചോനെ. ഇങ്ങനെ വലിയ എടി കാട്ടാനല്ലേ, സാധാരണ കണ്ടിട്ടല്ലേ നമുക്ക് ചെയ്യലുള്ളൂ. പടച്ചോനെ അങ്ങനെ കേറി പോയിക്കണേ. എങ്ങനെ ഇതാക്കണ ഇതൊക്കെ ഇത് അസല് കുളം. ഇതൊക്കെ ചതഞ്ഞ് വേരൊക്കെയാ. പിന്നെ വന്ന വജ്ജോക്ക ആടി ഇവിടുന്ന് ഇറങ്ങിക്കണ കേട്ടോ. ഇവിടെ കണ്ടോ? ഇവിടെ വന്ന് ഇതൊക്കെ അല്ല അവിടെ എന്തൊരു പാറ കാണണ ആനെ കാണണേ അവിടെ ആണോ? പറഞ്ഞാണോ? ഞാൻ നോക്കെന്നാലും നോക്ക പടച്ചോനെ. ചെറിയ പാന നിക്കണത് നോക്ക ഇല്ലേ വന്നിക്കണേ. ഇടിഞ്ഞത് കണ്ടോ? വയ്യ ശരിക്ക് രാത്രി ആയാലും നല്ല ഡീസന്റിൽ വന്നിക്കണ് കേട്ടോ. ഇങ്ങട്ട് അത്രക്ക് വ്യത്യാസടി. ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിക്കണാണ് സംഭവം. ഇങ്ങനെ വന്നീലേ കോറി മണ്ണാണ്. അപ്പൊ അല്ല പിന്നെ ഇവിടെ ആടി വജ്ജൊക്കെ നോക്കാ. വേല് കമ്പി ഒന്നും നശിപ്പിച്ച് അല്ലേ? ഈ വേല് കമ്പിന്റെ ഈ ആനനെ കൊടുക്കും. ഇവിടെയൊക്കെ നിരങ്ങിക്കണ ആന നോക്കാ. പക്ഷെ ഈ വേല് കമ്പിന്റെ ഈ ആന വരൂലല്ലോ. ആ ഇതില എവിടെ അല്ലേ? പക്ഷെ ആന ഇതിൽ ഇറങ്ങി വന്നേ ഇവിടെ കൊള്ളൂലല്ലോ. സ്ലിം ബ്യൂട്ടി ആനയാണോ?
ആടി കാൽപ്പാടുതാ പക്ഷെ ഇതില് കൊള്ളണ്ട ആനന്നെ ഈ വേൽക്കമ്പി ചവിട്ടി തട്ട് നോക്കി പൊളിഞ്ഞിക്കണ് പോയിന്ന്. ഈ കിണത് കിണറാണ്, കിണറാണ്. ഇത് ഇവിടെ കടന്നിക്കണു കേട്ടോ. ഇതില് വന്ന് അയക്ക് ചാടിയിട്ടില്ലല്ലേ. എന്നാലും അപ്പൊ ഒന്നിച്ചൊരു കിണറാണ്, അവിടെ പൊട്ടൻ കിണറാണ് കേട്ടോ. അവിടെ എന്തോ കാട്ടി വെച്ചേക്കണേ ചതച്ച് അരുവ് കൂടെ വന്നിക്കണ അയക്ക് വീണിട്ടില്ല. അങ്ങനെ നമ്മൾ ആനന്റെ കാൽപ്പാടൊക്കെ കണ്ട് അന്തം മുട്ടി. ഞങ്ങൾ തന്നെ അന്തം മുട്ടിട്ടോ. ഞങ്ങൾ രണ്ടും മണ്ട മാന്തി കാൽപ്പാട് കണ്ടിട്ട് ഒന്ന് ചിരണ്ടി വെച്ചിട്ടുള്ളൂ. ഇതൊരു കിണറ്. അപ്പൊ നമ്മളിനി നേരെ തറവാട്ടിൽ പോവാണ്. പോകാം സമാധാനായില്ലേ? ആന വന്നത് ഞങ്ങള് വെറുതെ പറഞ്ഞല്ലേ ആന വരുന്ന. ഇത് എത്രാമത്തെ ആന ഇവിടെ വരുന്നേ? ആന 2 കുറിപ്പായി വന്നു. വന്നു. ലോകത്തിന്റെ വലിയ ആനയാണ്. ഇവരൊക്കെ പോയി കാണാൻ ഞങ്ങള് പോയി വരിക. ഇത് ശരിക്കും ആന വന്നു പറഞ്ഞ എന്താ കാരണം? ആന വന്നിട്ടില്ല. കാൽപ്പാടൊക്കെ അങ്ങനെ രാത്രി വന്നിക്കണ്. അതേപോലെ ഞങ്ങളുടെ കാൽപ്പാട് ഉണ്ടാക്കിയല്ലേ. ആ കാൽപ്പാട് എങ്ങനത്തെ ഞങ്ങള് പോയപ്പോ കിണറ് മാതിരി കാൽപ്പാട്. ഞങ്ങള് കണ്ട് ചെറുക്കല്ല് മാന്തി വെച്ചിട്ടു. ആനപ്പിണ്ടി തെരഞ്ഞു പോയി. അവിടെ ആ സമയം കൊണ്ടുവരുന്നു. ആസാക്കുന്നുമ്പോ ചക്കൊക്കെ ഇട്ടിക്കണോലോ. പോയോക്കാണ്ടോ? അമ്മ ആന തിന്ന് അപ്പിട്ട് എവിടോ എത്തിക്കണ്. ഇച്ചു വേണ്ട, ഇച്ചു വേണ്ട മാമ. ഇച്ചു വേണ്ട. അതിനാണ് വേണ്ട. അതിനാണ്. അപ്പൊ ഇവിടെ മീൻ പൊരിച്ചാണ്. ഇനിയിപ്പോ മീൻ പൊരിച്ചൽ കഴിഞ്ഞ് കൊടുത്തിട്ട് ഇനി വേഗം ആന വേറെ സ്ഥലത്ത് വന്നിക്കണം. അങ്ങോട്ട് കാണാൻ പോകാറിട്ട് വേഗം മീൻ പൊരിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞ് വന്നിട്ട് മീൻ പൊരിച്ചു കൊടുക്കാം. അപ്പൊ അവിടെ മീനാവട്ടെ, എന്നിട്ട് വേണം നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് പോവാന്. ആനനെ കാണാൻ ഒരുങ്ങലുറങ്ങിയിട്ട് നേരെ 1 മണിക്കൂറായി. അങ്ങോട്ടൊക്കെ സിഫ്ന ഒരു കാണല് കണ്ടു വന്ന് 2ാം കാണലിന് പോകാണ്. എന്താ മോണ്ട ആനയാണേ. അല്ല ആനയൊക്കെ പോയിക്കണ്. ചൊറത്ത് നോക്കാണ്. അപ്പൊ ജില്ലേ ആനനെ പെണ്ണ് കാണാമെന്നല്ല. ഇന്ന് വരുവോ? ഇതിന്ന് താടി മീശ കളഞ്ഞു പോവാ. ഞാൻ പോട്ടെ. പണി ഞങ്ങൾ മിസ് കോൾ അടിച്ചു. അപ്പൊ നിങ്ങൾ സ്ഥലം മുട്ടോണ്ടിട്ടോ. വരുന്നില്ല. ഇവളെങ്ങോട്ടാണ് ഈ പോകുന്നത്? ആനൊന്നും ഉണ്ടാവില്ല. എല്ലാരും വരുന്നുണ്ട്. അമ്മായേ നിങ്ങൾ ഒറ്റക്കാണ് ഇവിടെ. ഞാൻ 4 വഴിക്ക് നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കും. ബേക്കിൽ വന്ന് തുമ്പി കയ്യാറും. ആ മീൻ അടുപ്പത്തുണ്ട് കേട്ടോ. ഈ മരം ഞാന മറിച്ചിട്ടാണാവോ? ആന്നല്ല നോക്കട്ടോ. നമ്മള് പണ്ട് ഈ പുല്ലിന്റെ അടിയത്തെ സാധനമൊക്കെ എടുത്തിട്ടില്ലേ? അതിന്റെ ഒരു കേങ്ങ് ചെറുത് ഇവിടെ എത്തിട്ടോ. ഇതാണ് നമ്മളെ നാട്ടിലത്തെ ആസാങ്കുന്ന് അറിയപ്പെടുന്നല്ലേ. ഇവിടെ പറഞ്ഞാല് ഇതൊക്കെ എല്ലാരും ഞങ്ങളെ ആദ്യത്തെ ഫോട്ടോ ഫ്രെയിം. ഇമ്മമാക്ക് റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ കളക്കണ പണിയാണ്. കാട് വെട്ടുക, ഇപ്പൊ റബ്ബർ വെട്ടുക. ഞങ്ങളൊക്കെ ഇതില് പാലെടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വെട്ട്, പാല് വെട്ട്, പൊറാട്ട പണി, എല്ലാ പണി അറിയുന്നതാണ്. കാക്കും അമ്മായിക്കും എല്ലാവർക്കും പണി തുടക്കക്കൂടെ. ആസാങ്കുന്നുമ്മ ഇവിടുത്തെ വെട്ടൊക്കെ ഇനിയിപ്പൊ ഏറ്റെടുത്തീന് കേട്ടോ. ഈ കണ്ട വെട്ടൊക്കെ അന്നിപ്പാക്ക് അതാണ് പാലും കൊണ്ടുപോയി ഷീറ്റൊക്കെ അടിച്ചത്. അവിടെയാണ് അടിച്ച ആട്ടപ്പര. ഞങ്ങൾക്ക് മുല്ലപ്പൂനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ച കാലത്ത് ഇവിടെ ഇഷ്ടം പോലെ വരും. എന്നിട്ട് പൊറക്കുന്നിട്ട് പഞ്ചാളാദ്യം സ്കൂൾക്ക്. ഇവിടെ എത്തിയപ്പോ എന്താ അന്തം വിട്ടിക്കണൊക്കെ കൊയിഞ്ഞടിക്കണോ? നോക്കാം. ആനന്റെ ചൂരാണ് അല്ലേ? ഇച്ചില്ല ജലദോഷം നോക്കാം. പനിയല്ല അത്. എന്നിട്ട് എന്താ ആന പനന്നേന്? ആന നിരങ്ങിയത് മോട്ടൊക്കെ കന്തം വിട്ട്. അപ്പൊ ആനപ്പാട് ചവിട്ട് കാണാൻ എവിടെ ആ മേലല്ലേ അങ്ങനെ കിട്ടുക ആനക്ക്? ആന ഡാഡി ഇതെന്താ കാൽപ്പാട് വന്നിക്കണ് കേട്ടോ ഇവിടെ. ഇല്ലേ നോക്കാം. ആ 3 പേരില് 2, 3
വേറെ അപ്പുറത്തേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയതാണ്. ആന അതിലെ പോയതല്ല, ആന ഇതില് പോയതാണ് മുന്നേറ്റ് പോവുകയാണ്. അതിന് ആനന്റെ 2 കാൽപ്പാടുള്ളൂ, ബാക്കി 2 കാൽപ്പാട് അവിടെ. അവിടെ രണ്ടെണ്ണമാണ്. ആനല്ല വേറെ ആരൊന്നും കേട്ടില്ലല്ലോ. ഇവിടെ ഇവിടെ ഒന്നുമില്ല. കയ്യില് പിന്നെ കേറിയതാവത്. അങ്ങനെ ആ പുളിന്റെ ഉച്ചട്ടണി ആന വരാതെ വെച്ചാൽ അവിടെ ഇല്ലല്ലടാ. പാറിയോ പാറിയോ അവിടെ പൊയ്യിന് ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ നമ്മള് ആനയൊക്കെ ആന്റെ കാൽപ്പാടൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. മുതലാളി മുന്നിൽ നടക്കുന്നുണ്ട്, മറ്റൊരു ബേക്കിൽ തന്നെയുണ്ട്. എന്താ ഉമ്മമാക്ക് അറിയാല്ലേ? അവിടെ പോയൊക്കെ ആന വന്നിക്കണ്. എത്ര ആനയെ നമുക്കറിയില്ല. 1 ആണോ 2 ആണോ? എന്താ ചെയ്യാ? ഇനി ആന വരികയാണെങ്കിൽ ഡേറ്റ് എന്നാ നല്ലത്? ആന ആകാശത്തുനിന്ന് കയറി കെട്ടി കീഴ്പ്പെട്ടായിരുന്നു. അല്ല, ഇനി ആന വരുമ്പോ ഡേറ്റ് എന്നാ നല്ലത് ഇനിയിപ്പോ പോകാനില്ലേ? അതന്നെ. ആ ഇന്ന കുട്ടികളെ ഇല്ലാത്ത നേരത്തെ അങ്ങനെ ഉണ്ടാവുക കുലോ. നിക്കരുത്, അങ്ങോട്ട് പോയാ മതി. അന്തിക്കാണ് വരുന്ന ആന, പകലല്ല. എന്തൊക്കെയാണ് വരിക? ഒരലർച്ച കേട്ടാ പേടിയാണേ. നമ്മളെ ആർക്കല് കേക്കായിട്ടാണ്. എന്തൊരു ഒച്ചല്ല ആർക്കലേക്കാരായി. അപ്പൊ ഞങ്ങൾ ഇനി നേരെ പെരുകോട്ടെ. എന്ത് കറൂത്തെ? ഓളിപ്പോ ഒരു കജ്ജ് ഫുള്ള് മുരിങ്ങ എടുത്തിക്കണ്. ഞാൻ അടുത്ത കറൂത്ത അപ്പുറത്തുണ്ടാക്കി ഈസാറ്റിക്ക കാന്താരി ആള് കറൂത്ത അടിച്ചെന്ന് എത്തൂലേ. ആ വലുതെടുക്കേണ്ടി വരും, ഒറ്റക്ക് കഴിയൂല. മോട്ടോ ഫാൻസ് ഇതിലേതാണ് എനിക്ക് വേണ്ടി? ഇതിലേതാ എനിക്ക് വേണ്ടി? നമ്മൾ ആനനെയൊക്കെ കണ്ടുവന്ന് ഒക്കെ ഇവിടെ നിരങ്ങനെ കുത്തിരിക്കാണ്. ഇതെന്നടാ അയൽക്കൂട്ടോ? മോണ്ട സ്മൈൽ പ്ലീസ്. അപ്പൊ ഇന്നത്തെ പരിപാടി അറിയണത് ഓൾക്ക് വലിയൊരു കല്യാണം ഉണ്ട്. ആരെ കല്യാണാ? നനബുട്ടോക്സിന്റെ കല്യാണം. പോണില്ല മാമ? പോണേ. ഓലൊക്കെ കല്യാണത്തിന് റെഡി ആയിക്കാണ്. ഞങ്ങളില്ല മാമ, നമ്മളെന്ന് ആൾക്കറിയില്ല. ഇവിടെ മറ്റേ ഐറ്റങ്ങൾക്ക് അറിയാക്കാരേ നാണം കൊടുത്ത് പുറത്തുക്കോ. നമ്മളോട് വരാൻ പറയണ്ട, നമ്മളെ വിളിച്ചിട്ടില്ല. എങ്ങനെ പോകും? അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനപ്പാക്കാൻ ഇനി അടുത്ത വീഡിയോയില് കാണാം. ഓയ് ഉറങ്ങിച്ചോ? ഒന്ന് പറയോ? ആ